നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റലാക്കാൻ ഗതാഗത വകുപ്പ്. കേരളത്തിൽ ഈ വർഷം തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള ആലോചനയുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അച്ചടി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഗതാഗത വകുപ്പിൻ്റെ പുതിയ നീക്കം. ഇതിനായി ധനവകുപ്പിൻ്റെ അനുമതി തേടുവാനുള്ള ശ്രമത്തിലാണ് ഗതാഗത വകുപ്പ്. അപേക്ഷകന്റെ ചിത്രവും QR കോഡും അടങ്ങുന്ന ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. പോലീസ് പരിശോധനയിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത ഡിജിറ്റൽ പകർപ്പ് കാണിച്ചാൽ മതി. പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥൻ രേഖകളുടെ ഹാർഡ് കോപ്പി ആവശ്യപ്പെടില്ല. ഡിജിറ്റലാകുന്നതോടെ ലൈസൻസിൻ്റെ ഒറിജിനൽ പതിപ്പ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് ഒഴിവാക്കുവാനും പദ്ധതിയുണ്ട്. ഇതോടെ അച്ചടിക്കും തപാൽ ചെലവുകൾക്കുമുള്ള 100 രൂപ കുറച്ചായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷ വാങ്ങുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ അന്ന് തന്നെ ലൈസൻസ് ലഭിക്കും. ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലായിരിക്കും ലൈസൻസ് നൽകുക. ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ RC പ്രിൻറ്റിങ്ങും നിർത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് RC അച്ചടി തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ പകർപ്പ് നൽകുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്രം ഡിജി ലോക്കർ പുറത്തിറക്കിയത്. വാഹന സംബന്ധമായ രേഖകൾ സൂക്ഷിക്കാനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം എം-പരിവാഹൻ ആപ്പ് പുറത്തിറക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കറിലും എം-പരിവാഹനിലും വാഹനരേഖകളും ലൈസൻസും 2018 മുതൽ ഡിജിറ്റൽ രൂപത്തിൽ സൗജന്യമായി ലഭ്യമാണ്. സംസ്ഥാനത്ത് കാർഡ് വിതരണം വൈകുന്നതിനാൽ ലൈസൻസ് എടുക്കുന്നവരും കേന്ദ്രത്തിൻ്റെ ഡിജിറ്റൽ സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു വർഷം 5 ലക്ഷം RCയും 1.30 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസും അച്ചടിക്കാറുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അച്ചടിക്കും അപേക്ഷകന് അയച്ചു കൊടുക്കുവാനുള്ള തപാൽ ചെലവും കൂടി കൂട്ടിയാൽ ശരാശരി 80 രൂപയെങ്കിലും ഇതിന് ചെലവാകും. എന്നാൽ ഹാർഡ് കോപ്പി ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറിയാൽ ഇതിന് ചെലവാകുന്ന ഭീമമായ തുക ലാഭിക്കാനാകും. ഇപ്പോൾ ലൈസൻസ് അച്ചടിക്കായി മോട്ടോർ വാഹന വകുപ്പ് കരാർ നൽകിയിരിക്കുന്ന കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയുണ്ട്. ഇതോടെ ലൈസൻസുകളുടെ അച്ചടിയും വിതരണവും വൈകി. ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അച്ചടിച്ച് നൽകിയാൽ മതി. ഡ്രൈവിംഗ് പരീക്ഷ പാസ്സാകുന്ന ദിവസം തന്നെ മൊബൈലിലേക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുവാനും ഇതിലൂടെയാകും. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.